കെ.ടി. ജലീൽ എം.എൽ.എയുടെ സ്വർഗസ്ഥനായ ഗാന്ധിജി എന്നുള്ള പുസ്തകത്തിന്റെ പ്രകാശനം ഇന്നാണ്. രാവിലെ 10 മണിക്ക് ജോൺ ബ്രിട്ടാസ് MP ആണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. രാഷ്ട്രീയ കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന നിരവധി വിഷയങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ എം.എൽ.എയുടെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നുള്ള പിന്മാറ്റവും അതിന്റെ കാരണവുമെല്ലാം ഇതിലുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് ഈ പുസ്തക പ്രകാശനം, എങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ? രാവിലെ 10 മണിക്കാണ് പുസ്തക പ്രകാശനം. ഇന്ന് ഗാന്ധി ജയന്തി ദിനമാണ്. ഇന്ന് തന്നെ അതിന്റെ ഒരു പ്രസിദ്ധീകരണം പ്രകാശനം വേണം എന്ന് നേരത്തെ നിശ്ചയിച്ചതായിരുന്നു. അതനുസരിച്ചാണ് ഇന്ന് വെച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിലെ ഒരു ഭാഗം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അപ്പൊ അതിൽ പറയുന്നത് താങ്കൾ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സജീവമായിട്ടുള്ള പിന്മാറ്റം, രാഷ്ട്രീയത്തിൽ പിന്മാറ്റമാണ്, എന്താണ് ഉദ്ദേശിക്കുന്നത്? രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുക എന്ന് ഞാനതിൽ പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്നു. ഇനി മത്സരിക്കാനില്ല എന്നാണ്. അതിന് ചില കാരണങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ആ കാരണങ്ങൾ അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ പറയുന്ന മറ്റൊരു കാര്യം, CPM ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് വേണ്ട സഹായം ചെയ്യും, സഹയാത്രികനെ തുടരും എന്നുള്ളതാണ്. അപ്പൊ ഇത്ര വർഷം താങ്കൾ CPM സഹയാത്രികനെ തുടർന്നിരുന്നു, ഒരുപാട് സ്ഥാനങ്ങളൊക്കെ വഹിച്ചിരുന്നു, മന്ത്രിസ്ഥാനം അടക്കം വഹിച്ചിരുന്നു. അപ്പോൾ CPM ആവശ്യപ്പെടുമ്പോൾ പിന്തുണ നൽകുന്നു പറയുമ്പോൾ അല്ലെങ്കിൽ സഹായിക്കുന്നു പറയുമ്പോൾ അതെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, പാർലമെന്ററി രാഷ്ട്രീയം മാത്രമല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തനം. പദവികളില്ലാത്ത എത്രയോ ആളുകൾ, കോടാനുകോടി മനുഷ്യര് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് നമ്മളുടെ രാജ്യത്ത്. അപ്പോൾ നമ്മളുടെ പ്രഭാഷണം അല്ലെങ്കിൽ എഴുത്ത്, പൊതുയോഗങ്ങൾ, അങ്ങനെ പാർട്ടിക്ക് നമ്മളുടെ സേവനം വേണം എന്ന് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യപ്പെട്ടാൽ അത് നൽകുക തന്നെ ചെയ്യും. പാർട്ടി തന്നെ ഞാൻ പാലിക്കാറുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എവിടെയും നമ്മളൊരു അധികപ്പറ്റാകണം എന്ന് ഞാൻ ഒരിക്കലും, അത് ജീവിതത്തിലുടനീളം അങ്ങനെ ഒരു അധികപ്പറ്റായിട്ട് എവിടെയും നിൽക്കണമെന്ന് ഞാൻ ഇന്നുവരെ ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ സേവനം പാർട്ടിക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ എഴുത്ത്, നമ്മൾ വലിയ പ്രഭാഷകന് ആയിട്ടല്ല പറയുന്നത്, പരിമിതമായിട്ടുള്ള നമ്മളുടെ എന്താ പറയാ, പ്രസംഗിക്കാനും എഴുതാനുമൊക്കെയുള്ള നമ്മളുടെ ഒരു ടാലന്റ്, അത് പാർട്ടിക്ക് വേണം എന്ന് പാർട്ടി പറയുന്നിടത്തോളം തീർച്ചയായിട്ടും പാർട്ടിക്ക് ഞാനത് നൽകും. ഇപ്പോൾ ഈ PV അൻവർ MLA പാർട്ടിയെ ആകെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത്തരൊരു സാഹചര്യത്തിലേക്ക് താങ്കൾ പോവില്ല എന്ന് തീർത്തു പറയാനാകുമോ? അത് 4:30 മണിക്കല്ലേ. ഞാൻ ഇനി അധികാര പദവി വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരാളുടെയും ഒരു തരത്തിലുള്ള പിന്തുണയോ, നമ്മളിപ്പോ അധികാരം ആഗ്രഹിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പലതും കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാതെ ഇനി ഒന്നും വേണ്ട, എനിക്കോ എന്റെ മക്കൾക്കോ എന്റെ കുടുംബാംഗങ്ങൾക്കോ ഒന്നും ഇനി അത്തരത്തിലുള്ള ഒന്നിന്റെയും ആവശ്യമില്ല എന്ന പൂർണ്ണ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പത്രസമ്മേളനം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് നിലപാട് സ്വീകരിച്ചാലും എനിക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന ഒരു ബോധ്യം ഈ പത്രസമ്മേളനത്തിനുണ്ട് എന്നുള്ളതാണ്. മുൻ പത്രസമ്മേളനങ്ങളെ അപേക്ഷിച്ച് ഈ പത്രസമ്മേളനം വ്യത്യസ്തമാണ് എന്ന് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം, ഈ PV അൻവർ MLA പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ താങ്കൾക്ക് യോജിപ്പുണ്ട്. ADGP വരെയുള്ള വിഷയങ്ങൾ യോജിപ്പുണ്ട് താങ്കൾ പറഞ്ഞിരുന്നു. പക്ഷെ എങ്കിലും ഇതുവരെ നടപടി എടുക്കാതെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ 4:30 മണിക്ക് ആ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം വിശദമായിട്ട് പറയും. ഞാൻ പറഞ്ഞില്ലേ, നിർഭയനായി നമുക്കിപ്പോ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് മറ്റൊരാളെ സമീപിക്കേണ്ടി വരുമോ എന്ന മാനസികാവസ്ഥയിൽ അല്ലാതെ നമ്മളൊരു പത്രസമ്മേളനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ താല്പര്യത്തിനതീതമായി കാര്യങ്ങളോട് പ്രതികരിക്കും. പക്ഷെ അത് യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ടുള്ളതാകും. അത് നമ്മളെ മാത്രമല്ല, നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗത്തിന്റെ വിശ്വാസ്യതയും കൂടി കണക്കിലെടുത്തായിരിക്കും നമ്മൾ അതിനുള്ള പ്രതികരണങ്ങൾ അറിയിക്കുക. കുറച്ച് കാര്യം കൂടെ, കഴിഞ്ഞ ദിവസം ഇത് ഹിന്ദുവിന് മുഖ്യമന്ത്രി നൽകിയ ഒരു അഭിമുഖത്തിൽ വേറെ വിവാദമായി മാറിയിരിക്കുകയാണ്. മലപ്പുറത്തെ കുറിച്ചുള്ള പരാമർശമാണ് വിവാദമായിരിക്കുന്നത്. താങ്കൾ എങ്ങനെ അത് നോക്കിക്കാണുന്നു? അതിനെ സംബന്ധിച്ചൊക്കെ തന്നെ 4:30 മണിക്ക് ഞാൻ പറയും. ശരിയായി എന്ന് തോന്നുന്നുണ്ടോ? അല്ല, 4:30 മണിക്ക് ഞാൻ പറയും. ഏതായാലും ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഒരു തുറന്നു പറച്ചിൽ ഉണ്ടാകുമെന്നുള്ളതാണ്, നിർഭയമായുള്ള തുറന്നു പറച്ചിലായിരിക്കും ഉണ്ടാവുക എന്നാണ് കെ.ടി. ജലീൽ MLA വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അബിദ് കല്ലയ്ക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ.